എല്ലാം ഓക്കെ. നമ്മൾ പറഞ്ഞ മുഴുവൻ ഡിമാൻഡും അവർ അംഗീകരിച്ച്. അവരെ കൊണ്ട് ഈ പാരിജാതൻ അംഗീകരിച്ച് എടുപ്പിച്ച്. അല്ല ഞാനാരാ മോൻ? ഇവിടെ ഒന്ന് ഇരുന്നേ സൂതേട്ടാ. വാന്നേ. അതെ, നമ്മുടെ കയ്യിലുള്ളത് കൊടുത്താൽ മതി. പക്ഷെ അവർക്കൊരു നിർബന്ധം, കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. എന്താ വല്ല പ്രശ്നമുണ്ടാ? എന്താ സൂതേട്ടാ പ്രശ്നം? നമ്മുടെ മോളാരെങ്കിലും കൂടെ ഒളിച്ചോടി പോയാ? അല്ല പിന്നെ ഇത് കാര്യങ്ങളൊക്കെ ഇത്ര ഓക്കെ ആയി, പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു വൈക്ലഭ്യം? അല്ല നമ്മുടെ മോക്ക് വല്ല ഇഷ്ടക്കേടുണ്ടാ? അവൾക്കല്ലടോ പ്രശ്നം, അവനാ. അവനെങ്ങനെയാ പ്രശ്നം ഉണ്ടാകണത്? അവന് നമ്മുടെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ? ഇപ്പോഴും കൂടി എന്നോട് ഫോണിൽ വിളിച്ച് ചോദിച്ചോളൂ നമ്മുടെ പെണ്ണിന്റെ ഒരു ഫോട്ടോ കിട്ടുമെന്ന്. ഫോട്ടോ കൂടി ഇരിപ്പുണ്ടാ? വേണ്ട, ഇല്ലെങ്കിൽ നമുക്ക് എടുപ്പിക്കാം. അതിന് വേറെ ടെൻഷനൊന്നും വേണ്ട. ഇവിടുത്തെ ചെക്കനാ കുഴപ്പം. ഇവിടത്തെ ചെക്കനല്ല അവിടത്തെ ചെക്കനല്ലേ ഇവിടുത്തെ പെണ്ണിനെ കെട്ടണത്. എന്താ നിങ്ങൾ ഈ പറയണത്? എടാ എന്റെ മകൻ നല്ല പറയണ്ടവനെ, അവനാ പ്രശ്നം. തെണ്ടി കാരണം എന്റെ മോളുടെ കല്യാണം. നിങ്ങളുടെ മകൻ ഗൾഫിലോ പുറത്തെങ്ങാണ്ടാന്നല്ല നമ്മൾ അവരോട് പറഞ്ഞേക്കണത്. അവനെന്ത് പ്രശ്നം ഇപ്പൊ? അത് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അവൻ ഞങ്ങളോട് പിണങ്ങി പോയതാണ്. നല്ല തിരിച്ചു വന്നു. കണ്ട നല്ല കാര്യം ആലോചിച്ചാൽ തന്നെ നമ്മുടെ കുടുംബത്തെ ഐശ്വര്യം ഉണ്ടാവും. ഇപ്പൊ ഈ കല്യാണം ഉറപ്പിച്ചപ്പോ തന്നെ പുറപ്പെട്ടു പോയ മോൻ തിരിച്ചു വന്ന കണ്ട. ഇത് നല്ല കാര്യമാണ് സൂതേട്ടാ. നല്ല കാര്യം, ഐശ്വര്യം, മാനം കളയാൻ വേണ്ടിട്ടൊന്നും ഞാൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ടെന്നേ. പിന്നെ എന്ത് മാനം? ഉണ്ടായിരിക്കണോ? ഈ കാര്യം അറിഞ്ഞാൽ ഏത് കുടുംബത്തിന് വളർത്തു ദോഷം. ഞാൻ വല്ല പെണ്ണ് കേസിൽ വല്ലതും പെട്ടിട്ടാണോ വന്നേക്കണത്? അല്ലെങ്കിൽ പിന്നെ മറ്റേ IS ആയിരിക്കും, ഇസ്ലാമിക് സ്റ്റേറ്റേ. അതാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതൊന്നല്ലടോ, അതിലും എൻ്റെ അമ്മ. എൻ്റെ സുഹൃത്തേട്ട കാര്യം തുറന്നു പറ. ഞാനാണെങ്കിൽ ഈ കമ്മീഷൻ കണക്ക് കൂട്ടിയിട്ട് പല കാര്യങ്ങളും ചിന്തിച്ചു പോയി. എന്തോരം പാടുപെട്ട ഇതൊന്ന് ഒപ്പിച്ചെന്നറിയോ? എന്താ കമ്മീഷൻ? മോളുടെ കാര്യം ഒക്കെ യോഗാടോ. എന്താ സുഹൃത്തേട്ട പ്രശ്നം? മോൻ എന്തിനാണ് ഇപ്പൊ ഈ കല്യാണത്തിന് തടസ്സം നിൽക്കുന്നത്? എങ്ങനെയാണ് ഇവരത് പറഞ്ഞു മനസ്സിലാക്കുക? അയ്യേ, എന്ത് കോലും ഇത്? ഇയാളെന്താ അയ്യെന്ന് പറഞ്ഞ്? ഞാനെന്താ തുണി എടുക്കാണ്ട് നിൽക്കണ്ടോ? ഓ, ഇതാ ബ്രോക്കറാണല്ലേ. എന്താ ഈ കല്യാണക്കാര്യം നടക്കുവോ? നടക്കും, ഒരുപാട് നടക്കും. ഹലോ, എടി ഞാൻ ശരിയായിട്ട് നിൽക്കുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്. വണ്ടി കിട്ടിയോ? എന്നാ പോന്നോ? എത്ര നേരമായി ഞാൻ റെഡി ആയിട്ട്? വാ, ശരി. കണ്ടോ, ജനിച്ച അന്ന് മുതൽ തുടങ്ങിയ ഉപദ്രവം. നിൽക്കലും ഇരിക്കലൊക്കെ പെണ്ണുങ്ങളുടെ പോലെ. കൂട്ടുകൊണ്ടുവന്ന് പെൺകുട്ടികളുടെ കൂടെ കുറെ തല്ലി നോക്കി. അവസാനം ഭ്രാന്ത് ആശുപത്രിയിലോ കൊണ്ടുപോയിട്ടു ഇതിനെ. എന്നിട്ട് എവിടെ നേരാവാൻ? അവസാനം നാട് വിട്ടുപോയപ്പോൾ ഞാൻ കരുതി ഇനി ശല്യം ഉണ്ടാവില്ലല്ലോ എന്ന്. വീണ്ടും കയറി വന്നേക്കുക. രണ്ടു കെട്ട ജന്മം. രണ്ടും കെട്ട ജന്മം അല്ല അച്ഛാ, കോടതി പറഞ്ഞു കേട്ടില്ലേ? ട്രാൻസ്ജെൻഡർ, തേർഡ് ജെൻഡർ, TG. അച്ഛ, എനിക്ക് ആരും ഉപദ്രവിക്കണമെന്നില്ല. ഞങ്ങളെപ്പോഴുള്ളവർക്ക് ജീവിക്കാൻ ഒരാളൊരു വീട് തരില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ ജീവിക്കണമെന്നേ ഉള്ളൂ. മോനെ, നീ കാരണം ഇപ്പൊ പെങ്ങളുടെ കല്യാണം മുടങ്ങും. അമ്മ, ഞാൻ ഈ കോലത്തിൽ ജനിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ആണോ? അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പേരും പറഞ്ഞ് ഈ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നത്തിനും ഞാൻ ഉത്തരവാദിയല്ല. നീ എന്ത് പറഞ്ഞാലും ശരി, ഈ കോലത്തിൽ ഇവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കോലത്തിലല്ല, എനിക്ക് ഇഷ്ടമുള്ള കോലത്തിൽ ഞാൻ ഇവിടെ തന്നെ ജീവിക്കും. ഞാനും അച്ഛൻ്റെ സന്തതി തന്നെയാ. എനിക്കുണ്ട് ഈ വീട്ടിലെ അവകാശം. ജനിച്ച അന്ന് മുതൽ നിങ്ങളുടെ കാട്ടും തുപ്പും കേട്ടിട്ട് ഈ നാട് വിട്ടതോ ഞാൻ. കുറെ അനുഭവിച്ചു, സഹിച്ചു. എനിക്ക് വയ്യ. എന്റെ അവകാശത്തിനെ കുറിച്ച് പറയാനേ ഞാൻ മാത്രമേ ഉള്ളൂ. എടാ, നിനക്ക് ആമ്പിള്ളേരെ പോലും നടക്കാൻ പാടില്ലേ? അമ്മ, എനിക്ക് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. എന്റെ ഇഷ്ടം മനസ്സിലാക്കാത്ത എന്റെ അമ്മ അടക്കമുള്ള ഈ സമൂഹത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. ജീവിക്കണ്ടടാ, കൊല്ലും ഞാൻ. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. അച്ഛ, വെറുതെ പ്രഷർ ഇറങ്ങി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാലേ അത്ര സുഖമുള്ള കാര്യമൊന്നല്ല. കിടന്നു നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഞാൻ അത് അനുഭവിച്ചിട്ടുള്ള ആളാ. ഇങ്ങനെയുള്ള ജീവിതം നീ അനുഭവിച്ചിട്ടില്ല. അതാ